സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഏറ്റവും കൂടുതൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. അത് പ്രായമാകുന്നവർക്ക് അല്ലെങ്കിൽ പ്രായം കൊണ്ടുവരുന്നതാണ്. ചിലർക്ക് ജന്മന ഉണ്ടാകും, ചില കുട്ടികൾക്ക് ജന്മന ഉണ്ടാവാറുമുണ്ട് കേൾവിക്കുറവ്. അതും ഈ സെൻസറി ന്യൂറൽ കാറ്റഗറി തന്നെയാണ് വരുന്നത്. ഈ ഒരു കാറ്റഗറിയിലെ കേൾവിക്കുറവെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഞരമ്പ് വീക്കാവുന്ന അല്ലെങ്കിൽ നെർവ് ഹിയറിങ്ങിൻ്റെ കേൾവിയുടെ ഞരമ്പ് വീക്കാവുന്നതാണ് നോർമലി സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിനോട്ട് നയിക്കുന്നത്. ഇതിന് നമുക്ക് സർജറിയോ അല്ലെങ്കിൽ മരുന്നുകളോ കൊണ്ടോ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഞരമ്പ് വീക്കായി കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് കൊണ്ട് അങ്ങനെ വലിയൊരു എഫക്റ്റ് നമ്മൾ കാണാറില്ല. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയറിംഗ് എയ്ഡ് വെക്കുക എന്നുള്ളത് തന്നെയാണ്. വേസ്റ്റ് കേസസിൽ നമുക്ക് ഇംപ്ലാൻസിലോട്ട് പോകാം. അത് നമുക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടൊരു ബെനിഫിറ്റ് കാണുന്നില്ല എന്നുള്ളവർക്ക് നമുക്കെപ്പോഴും ഒരു കോക്ലിയർ ഇംപ്ലാന്റിലോട്ട് നമുക്കെപ്പോഴും പോകാവുന്നതാണ്.